എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു ബർഗറാണ് കാണിക്കുന്നത്. ബീഫ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ബീഫിന് പകരം നിങ്ങൾക്ക് ചിക്കനോ മട്ടനോ യൂസ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ സിമ്പിളായിട്ടുള്ള ഒരു ബർഗർ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിതിനായിട്ട് ഏകദേശം ഒരു 300 ഗ്രാമോളം ബീഫാണ് എടുത്തിരിക്കുന്നത്. ഈ ബീഫിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ബീഫിൻ്റെ വേവിനനുസരിച്ച് നന്നായിട്ടങ്ങ് വേവിക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഈ കഷ്ണങ്ങളൊക്കെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഈ ബീഫിൻ്റെ സ്റ്റോക്ക് കളയരുത് കേട്ടോ, അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. ഇതിവിടെ മാറ്റി വെക്കുക. അപ്പോൾ ഈ ബീഫ് ഞാൻ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പൊടിയായിട്ട് തന്നെ ബീഫ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 2 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അധികം വേണ്ട, നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്തതാണ്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ അതിലും കുറച്ചധികം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ. പിന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും ചേർത്തിട്ടുണ്ട്. ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ ഒരു തക്കാളി മിക്സിയിലിട്ട് അരച്ചിട്ട് ചേർത്ത് അതിൽ വെള്ളമൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റും സോയാ സോസും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സും ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ചിക്കനോ മട്ടനോ ആണ് ചേർക്കുന്നതെങ്കിൽ ഇതേപോലെ തന്നെ കുക്കറിൽ വേവിച്ചിട്ട് ഒന്ന് പൊടിച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബീഫിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഞാനൊരു 5-6 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ബീഫിൻ്റെ സ്റ്റോക്ക് ചേർത്താൽ നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഇതിൻ്റെ ആ ഒരു ഡ്രൈനെസ് അങ്ങ് മാറിക്കിട്ടുകയും ചെയ്യും. ഞാൻ പിന്നെ ഒരു 1/2 കപ്പോളം പാഴ്സ്ലി ലീവ്സ് കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. പാഴ്സ്ലി ഇല്ലെങ്കിൽ മല്ലിയില അരിഞ്ഞത് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/3 കപ്പ് വരെ ക്രീം ചേർക്കുന്നുണ്ട്. ഫ്രഷ് ക്രീമോ കുക്കിംഗ് ക്രീമോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് ചൂടോടുകൂടെ തന്നെ ഇതിലോട്ട് നമുക്ക് ഏകദേശം ഒരു 1/3 കപ്പ് വരെ മൊസറല്ല ചീസും അത്രയും തന്നെ ചെഡാർ ചീസും ചേർത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം മാത്രമായിട്ട് ചേർത്താലും മതി. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ക്രീം ചീസാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. 3-4 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ചേർത്താലും മതി. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയി കഴിഞ്ഞു. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബണ്ണാണ്. ഇനിയിപ്പോൾ ബ്രെഡാണ് കയ്യിലുള്ളതെങ്കിൽ ബ്രെഡിൽ ചെയ്താൽ മതി കേട്ടോ. ബണ്ണ് തന്നെ വേണം നിർബന്ധമില്ല. അപ്പോൾ ബണ്ണിൽ ഞാൻ കുറച്ച് മയണൈസ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ ഒരു ഉരുള പോലെ ആക്കിയിട്ട് കട്ട്ലറ്റ് പോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. നമ്മുടെ ബർഗർ പാറ്റി ഉണ്ടല്ലോ, അതിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ബണ്ണിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. അതേപോലെ രണ്ടാമത്തേതിലും നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുണ്ടാക്കിയ ഫില്ലിംഗ് വെച്ചിട്ട് നമുക്ക് ഇതേപോലത്തെ ബർഗർ ഒരു 8-10 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഫില്ലിംഗ് നല്ലോണം ഉണ്ട്. ഞാൻ 2 എണ്ണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്ന് മാത്രം. അപ്പോൾ മുകളിൽ ചീസ് സ്ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീസ് സ്ലൈസ് അല്ലെങ്കിൽ ഷ്രെഡഡ് ചീസാണ് ഉള്ളെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് സിറാച്ച സോസാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ വരെ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം തന്നെ ഒരു 1 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ 2 ഭാഗമാക്കിയിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. 2 സൈഡിലായിട്ട് 2 ബണ്ണ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ഭാഗത്ത് ഇതേപോലെ റൗണ്ടിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ബർഗർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ വെച്ചിരിക്കുന്ന
ആ ഒരു മസാല ഉണ്ടല്ലോ, സിറാച്ച സോസും നമ്മുടെ ചില്ലി ഫ്ലേക്സൊക്കെ ചേർന്നിട്ടുള്ളത്, അത് നല്ലോണം ഈ ബണ്ണിലൊന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ ബണ്ണ് ഞാനൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇത് ഒരു വശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ട ആ ഭാഗവും കൂടി ഇതേപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാപ്രിക്ക പൗഡറൊക്കെ ചേർക്കാം. അപ്പോൾ ഇത് രണ്ട് സൈഡും നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലേവറോട് കൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ബർഗർ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാണ്. അങ്ങനെ നമ്മുടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ നമുക്ക് എപ്പോഴും കഴിക്കണമെന്ന് തോന്നും, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. താങ്ക്